നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ കുടുംബശ്രീക്കാർക്ക് ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പല സ്ഥലത്തും പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് വിടുന്നു. അവർ പഠിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഒരു ചേച്ചിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ക്ലാസ് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പൊരി വെയിലത്തും മഴയത്തും പല വീടുകളിൽ നിന്നും ഈ മാലിന്യമെല്ലാം കളക്ട് ചെയ്ത് വണ്ടി ഉന്തി കഷ്ടപ്പെട്ട് പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവരുടെ മക്കളെല്ലാം ഒരു നിലയിലാകാൻ വേണ്ടിയാണല്ലോ ഇവരെത്ര കഷ്ടപ്പെടുന്നതെന്ന്. ഞാൻ നോക്കിയപ്പോൾ മുമ്പ് പറഞ്ഞ ചേച്ചി കണ്ണുനീർ തുടയ്ക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ ആരും അറിയാത്തതുപോലെ ആ ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ നീളമുള്ള ക്ലാസ് അവസാനിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിൽ പ്രഷർ, ഷുഗർ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കി ആരോഗ്യ പരിപാലനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് പോരാൻ നേരം ഈ ചേച്ചി എന്നെ കാണാനായി വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അടുത്തുനിന്ന് ഞാൻ സംസാരിച്ചു. ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ കൊല്ലം ജില്ലയിൽപ്പെട്ട ആളാണ്. ഏറെ നാൾ ഒരു തോട്ടണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്ത ആളാണ്. അവിടുത്തെ വേസ്റ്റ് നിറഞ്ഞ ചാക്കുകളെല്ലാം വലിച്ച് നീക്കി, ഭാരമുള്ള വസ്തുക്കളെല്ലാം എടുത്ത് നീക്കി അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത് എൻ്റെ മക്കൾ കാണരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അവർക്കൊരിക്കലും മോശം തോന്നരുത്, അവർ നന്നായിട്ട് പഠിക്കട്ടെ. 2 പേരെയും ഓരോ പ്രൊഫഷണൽ കോളേജിൽ ഞാൻ ആക്കുകയുണ്ടായി. എന്നാൽ അതിലൊരു മകൾ മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട്, എന്തിനാണെന്ന് എനിക്കറിയില്ല, എന്നോട് ചോദിച്ചിരുന്ന പൈസയൊക്കെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. കൂടുതൽ ധാരാളിത്തത്തോടെ ജീവിക്കാനായിരിക്കാം അവൾ ഒരു മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട് അറസ്റ്റിലായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോഴാണ് അവിടെ പോയി എന്താണെന്ന് അന്വേഷിക്കാനിടയായത്. പോലീസുകാരുടെ കുത്തുവാക്കുകളും ടീച്ചേഴ്സിൻ്റെ വക ശകാരങ്ങളും എല്ലാം കേട്ട് മയക്കുമരുന്നിന് അടിമയായ മകളെ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ ആക്കുകയുണ്ടായി. ഏറെ കഷ്ടപ്പെട്ട എൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കായിട്ട് വളരെ ചെറുപ്പത്തിലെ എൻ്റെ ഭർത്താവും മരിച്ചു പോയതിനാൽ കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുറവും വരുത്തരുതെന്ന് കരുതി എൻ്റെ കൃത്യമായിട്ടുള്ള ജോലി സമയം കഴിഞ്ഞ് 2 വീടുകളിൽ കൂടെ ഞാൻ സഹായിക്കാൻ പോകാറുണ്ടായിരുന്നു. എന്നാൽ ആ മയക്കുമരുന്ന് വിമുക്തി കേന്ദ്രത്തിൽ വെച്ച് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. എന്തൊക്കെയോ പ്രശ്നങ്ങളിലും നൂലാമാലകളിലും പെട്ടിരുന്ന അവൾക്ക് ജീവിതം ദുസ്സഹമായിരുന്നു. മാത്രമല്ല, മാനസിക രോഗിയെപ്പോലെ പെരുമാറിയിരുന്ന മകളെ നിയന്ത്രിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ അധികാരികൾക്കും ഏറെ പണിപ്പെട്ട ഒരു ജോലിയായി തീർന്നു. ഈ മാനസിക ആഘാതങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാനും ഇളയ മകനും കൂടി അവിടുന്ന് കോട്ടയം ജില്ലയിൽ വന്ന് താമസമാക്കിയത്. ആ ചേച്ചി തുടർന്നു, മാഡം പോകുന്നിടത്തെല്ലാം ഇത് പറയണം. ഒരമ്മയുടെ കണ്ണീരിൻ്റെ കഷ്ടപ്പാടിൻ്റെ കഥയാണ്. മക്കൾ എന്തറിയുന്നു? ഞാൻ പറഞ്ഞു, ചേച്ചി മക്കൾ കാണണമായിരുന്നു, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ മക്കൾ കാണണമായിരുന്നു. എങ്കിലെങ്കിലും മനസ്സിലാകും, ഓർമ്മയിൽ നിൽക്കും എൻ്റെ അമ്മ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതെല്ലാം മറച്ചു വയ്ക്കുന്നതല്ലേ മക്കൾ നിങ്ങളെ മറന്നു പോകുന്നതിനുള്ള ഒരു കാരണം. അമ്മ കരഞ്ഞു, നമ്പർ വാങ്ങിച്ചു. രാത്രിയിൽ ഒരുപാട് സങ്കടങ്ങൾ പറയുകയുണ്ടായി. ഈ തോട്ടണ്ടി വലിച്ച് നീക്കുന്ന ആ ഭാരമേറിയ ജോലിക്കിടയിൽ ഗർഭപാത്രം വെളിയിലേക്ക് തള്ളി വന്ന് അതിൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞിരിക്കുന്ന ചേച്ചി, അതിലും മനസ്സിനെ നീട്ടുന്നത് ഒരു മകളുടെ മരണമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ 2 കൂട്ടരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒരു ദിവസമെങ്കിലും മക്കളെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കണം.
എന്നാണ് ഞാൻ പറയുന്നത്. ഒരു തിരിച്ചറിവിലേക്ക് മാതാപിതാക്കളെയും മക്കളെയും കൈപിടിച്ച് നടത്തുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. നന്ദി.